കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ജെറുസലേമിൽ നിന്നും ചലം കുടിക്കുന്ന കൊതം ചേച്ചിയെ കുറിച്ചിട്ട് ഒന്നും കേൾക്കാനില്ലായിരുന്നു. പക്ഷെ നിരന്തരമായിട്ട് ഇസ്ലാമിനെയും ഖുറാനെയും അതേപോലെ തന്നെ നബിയെയും ഒക്കെ അവരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവരവരുടെ ചൈത്രയാത്ര അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ക്രിസ്ത്യാനിറ്റിയോടും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കത്തോലിക്ക അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ മലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അത് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കളെയല്ല, അവർക്ക് താല്പര്യമുള്ള RSSകാരെ, അതായത് ക്രിസംഗി തന്നെയാണ് ഇവർ. എന്നാൽ ഇവരെ ക്രിസ്ത്യാനിറ്റിയിൽ പെടുത്താൻ കഴിയില്ല. ഇവര് ഒരു സാത്താന്റെ ഗണത്തിൽപ്പെട്ടതാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവ് ചെയ്ത് കുട്ടികളുടെ അടുത്ത് വെച്ചത് കാണാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഹെഡ്സെറ്റ് വെക്കുക. മൂന്നാമത്തെ കാര്യം, സ്വന്തം റിസ്കിൽ കാണുക എന്നുള്ളതാണ്. വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ തേച്ചൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ തള്ളാഹു കുക്കുംബറെന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ കഴുത്തെറുക്കുവാൻ വേണ്ടി സാത്താനിക ശക്തി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവന്റെ അടിനാവിക്ക് ചവിട്ടിക്കിട്ട് തിരിച്ചവനോട് പറയണം, തള്ളാഹു ഫക്കർ എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടാകണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യന് ഒരിക്കലും മറ്റൊരു മതത്തെ അവഹേളിക്കാനോ ഇത്തരത്തിൽ സംസാരിക്കാനോ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ സാത്താൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഒരു പോസിറ്റീവ് എനർജിയായി കാണുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ നെഗറ്റീവ് എനർജി ഭൂമിയിൽ അവതരിച്ചാൽ എങ്ങനെയുണ്ടാകും? ആരോ തൂറിയിട്ട ഒരു മാംസപിണ്ഡമായി പിന്നീട് അങ്ങ് വളർന്ന് മലം തിന്ന് വലുതായ ചലം മാത്രം കുടിക്കുന്ന കൊതം കൊടുത്ത് ജീവിക്കുന്ന മലം ഫൂതം റീന കൊതച്ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു മതത്തെ എന്തിനു അവഹേളിക്കണം? എന്നാൽ ഹിന്ദുക്കൾ അവഹേളിക്കാൻ താല്പര്യവുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്. തിരിച്ച് ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ക്രിസംഗികളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സംഘികളെ സപ്പോർട്ട് ചെയ്യണം. അതിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അല്ലാതെ ഈ ഹിന്ദു രാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻ എന്ത് കാര്യം? ഒരു വലിയ ചോദ്യമാണ് അതല്ലേ. അപ്പൊ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾ കണ്ടോ, ഇന്ന് മുസ്ലിം പള്ളിയിൽ തോണ്ടിയെങ്കിൽ നാളെ ക്രിസ്ത്യൻ പള്ളിയിലും തോണ്ടും. ഇന്നലെ മുസ്ലിങ്ങളെ തോണ്ടി ഇന്ന് ഇതാ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രോഗ്രാമുകളിലേക്ക് ആദ്യ കൈകടത്തലുകൾ ഇന്ത്യ മൊത്തത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ചാച്ചി അറിയുന്നില്ല. കൊതച്ചേച്ചി ഇതൊക്കെ അറിയാണ്ട് എന്താ ചെയ്യുക? കണ്ണടച്ചിരുട്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള സംഘികള് മുസ്ലിങ്ങൾക്ക് എതിരെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവരെ ചാവിട്ടി താഴ്ത്താൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ കൂടിക്കുകയാണ്. പക്ഷെ അതേ സംഘികൾക്ക് ക്രിസ്ത്യനിയോടും താല്പര്യമില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയില്ല. ഓക്കെ, എന്താ ചെയ്യാ? ഓരോ ഭ്രാന്തികളെ നമ്മളെ ഭൂമിയിലേക്ക് ഇങ്ങനെ പടച്ച് വിട്ടുകൊടുക്കുമല്ലോ ഓരോ സാത്താന്മാര്. അതിൽ പെട്ടതാണ്. കേട്ടുവെക്ക. നമ്മൾ ക്രിസ്ത്യാനികളിൽ നോക്കിയാലും ഈ ഇസ്ലാമിക സമൂഹത്തിൽ നോക്കിയാലും സ്ത്രീകൾ എന്ന് പറയുന്നവർ അടിമച്ചരക്കാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഈ തുലുക്കന്മാരുടെ അടുക്കൽ മൊത്തത്തിൽ അപ്പിക്കുപ്പായത്തിൽ സ്ത്രീകളെ ഇട്ടുകൊണ്ട് അവർ അടിമക്കച്ചവടം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വിഭാഗം പെന്തക്കോസ്ത് സമൂഹം എന്ന നിലയ്ക്ക്, പെന്തക്കോസ്ത് വിഭാഗം എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനി സമൂഹം തന്നെ സ്ത്രീകൾ മിണ്ടാൻ പാടില്ല, സ്ത്രീകൾ വെള്ളയെ ധരിക്കാൻ പാടുള്ളൂ, സ്ത്രീകൾ ആഭരണം ധരിക്കാൻ പാടില്ല, സ്ത്രീകൾ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, സ്ത്രീകൾ എന്താ പറയുന്നത് ചുമന്ന കളർ വസ്ത്രം ഇടാൻ പാടില്ല, സ്ത്രീകൾ ലെഗിൻസ് ഉപയോഗിക്കാൻ പാടില്ല, സ്ത്രീകൾ പൊതിഞ്ഞു കെട്ടിയ ഷോൾ ഇട്ട് മറച്ചുള്ള വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒത്തിരി 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 അടിമത്വം കൊണ്ടുവന്ന് എല്ലാ മേഖലയും ആത്മീയം വളരും തോറും ഈ സ്ത്രീ അടിമത്വവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഓന്റെ പൊന്നോ, അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലുള്ളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ചേച്ചി ഒന്ന് പുറത്തേക്ക് വിട്ടത് നന്നായി. അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇനി കുറച്ചു നേരം ആ ഒരു ട്രാക്ക് ഒന്ന് തിരിച്ച് ഇവരുടെ ഭാഗത്തേക്കും കൂടെ പോണം കേട്ടോ. അതായത് ഇവർക്ക് ഉണ്ടത്ര ലെഗിൻസ് ഇടാൻ പാടാത്ത ആളുകൾ, ലിപ്സ്റ്റിക് ഇടാൻ പാടാത്ത, അണിഞ്ഞൊരുങ്ങാൻ പാടാത്ത, പുരുഷന്മാരുടെ മുന്നിലേക്ക് ഫുൾ മൂടി കെട്ടി പോകണം എന്നുള്ള രീതിയിലുള്ള ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ മതവും കൃത്യമായി ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിലുള്ള ആളുകൾ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം നിങ്ങൾക്ക് അതിൽ ഇടപെട്ടിട്ടോ അത് നോക്കി നിന്നുകൊണ്ടോ നിങ്ങളുടെ സമയം കളയുക എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. കാരണം നിങ്ങൾ അതിൽ താല്പര്യമില്ലാത്ത ആളുകളാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ ഖുറാനിലും പറയുന്നുണ്ട്, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണത്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകണം, അല്ലെങ്കിൽ പുറത്താണ് എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി അല്ലെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം, നല്ലതാണ്. അത് ആ ഒരു മതത്തിന് വേണ്ടി മാത്രം പറയുന്നതൊന്നല്ല. ചില വാക്കുകൾ എല്ലാവരും ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ഓക്കെ, കൊതച്ചേച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ നമുക്ക് നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. കൊതച്ചേച്ചി എന്തായാലും ചലച്ചേച്ചി എന്തായാലും ക്രിസ്ത്യാനല്ല എന്നുള്ള കാര്യം നമുക്കറിയാം.
കാരണം അവരെ തന്നെ അവരുടെ തോളത്തിരുന്ന് കടിച്ചു മുറിച്ച് തിന്ന നമ്മുടെ യേശു ക്രിസ്തുവിനെ ആ 4 കായ്ക്കാശിന് 8 കൊടുത്ത ആളുടെ ടീമിൽ പെട്ടതാണ്. വേറെ എന്താ അത് പറയല്ലേ. ഇങ്ങനെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗം മാത്രമേ ഉള്ളൂ നട്ടലില്ലാത്ത ആണും പെണ്ണും കെട്ട ശിഖണ്ഡികളെ പോലെ സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയാതെ ലോകത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ വിഡ്ഢികളായി ഇന്നും കടഭാരം മാറാനും രോഗം മാറാനും മക്കളെ കെട്ടിക്കാനും വീട് വെക്കാനും വലിയ വലിയ മാളികൾ പണിയാനും വിദേശ രാജ്യങ്ങളിൽ വിട്ട് മക്കളെ പഠിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സമൂഹമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. സ്വന്തം മക്കളെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സംരക്ഷിക്കുക, അവർക്ക് അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ കൊതറീന ചേച്ചിക്ക് അതൊന്നും ഇഷ്ടമല്ല. ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആളുകൾക്ക് നട്ടല്ലില്ല. അവർ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം വിരോധം തലക്കടിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ച് ഈ ചേച്ചിയെ പോലെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയണം എന്നാ പറയുന്നത്. മതം പഠിക്കണം എന്നാ പറഞ്ഞത്. ഏതൊരു മനുഷ്യനും ഏതൊരു മതവും പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള നന്മകളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇവരെ പോലെയുള്ള കുറെ കീടങ്ങളുണ്ട്. എന്തോ ഒരു വാക്ക് എവിടുന്നോ കിട്ടിയിട്ടുണ്ട്, ഏതോ സാത്താൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സാത്താൻ വാക്കും കേട്ടുകൊണ്ടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മളെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളെ മനസ്സിൽ മതവും ആത്മീയതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആ കുട്ടിയുടെ നെഞ്ചിലോട്ട് തറച്ചു വെക്കാനോ മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോയിട്ട് കടാര കുത്തി കയറ്റാനോ പഠിപ്പിക്കുന്ന രീതിയിലല്ല. ഇപ്പൊ കൊതം ചേച്ചിക്ക് മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയധികം മിസൈലുകളെ അതുകൊണ്ട് ഇനി ഉണ്ടാവുമെന്നറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അവസ്ഥയെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. പരിത പകരമായിരിക്കും, അത്രയേ ഉള്ളൂ. ഇസ്ലാമിക ജിഹാദികൾ മുഴുവനും ഈ ലോകത്തെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കാൻ പോകുകയാണ് പ്രിയ സഹോദരങ്ങളെ. ലോകം മുഴുവനും അവരുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞു. അവർ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവനും ശിഖണ്ഡികളായി നിൽക്കുന്ന ഈ വൃത്തികെട്ടവന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇലുമിനാറ്റുകളുടെ ഒപ്പം നിന്നുകൊണ്ട് അവർ അവിടെയുള്ള സാധാരണക്കാരായ ജനത്തെ കുരുതിക്ക് കൊടുത്ത് അവർ ലോകത്തേക്ക് ഇടക്കുവാൻ നോക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. ലോകം മുഴുവൻ ഇസ്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്കോട്ടൊന്ന് വാ, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ പൊന്നു ചേച്ചിയെ ഒന്ന് കാണണം കേട്ടോ. ഇവിടെ നിങ്ങൾ ഇപ്പൊ മണി അടിച്ചു കൊടുക്കുന്ന RSSകാരില്ലേ, സംഘികളില്ല, സംഘികളെ കാരണം നമുക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട് ഈ നാട്ടിൽ. അവരെ കുറിച്ചിട്ടൊക്കെ ചേച്ചി ഒന്ന് ആലോചിക്കണം കേട്ടോ. ചേച്ചി ഫുള്ള് ഇപ്പൊ എല്ലാ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിങ്ങളുടെയും നെഞ്ചത്തോട്ട് കയറുമ്പോൾ ഹിന്ദുക്കളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഹിന്ദു ആയ നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതൊന്ന് ചേച്ചി ഒന്ന് കണ്ടെത്തിയിട്ട് അതൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണേ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSകാരുടെ അഴിഞ്ഞാട്ടം, തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള VHPയുടെ ഒക്കെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി അതിൽ പെട്ടത് ആളല്ല എന്ന് എനിക്കറിയാം. നീ എന്നിൽ പെട്ടതല്ല എന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നീ ഞങ്ങളിലും പെട്ടതല്ല, ആരിലും പെട്ടതല്ല, കൊരങ്ങിന് പോലും പെട്ടതല്ല. നീ വെറും വാണം ചലം ചേച്ചി. കാര്യം പറയുമ്പോഴത്തേക്കും നിനക്കൊക്കെ മതേതരം മൂത്ത് നിന്റെയൊക്കെ അമ്മയും മോളെയും ഭാര്യയും കൊണ്ട് കണ്ടവന്മാർക്ക് മുല കൊടുത്ത് നീയൊക്കെ മുലകുടി സഹോദരന്മാരെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് തീവ്രവാദം ഉണ്ടാക്കിയിട്ട് ചെറ്റുകളെ നാട് നശിപ്പിച്ച് കിടക്കുന്നടാ കഴിവേറി മക്കളെ. നിനക്കൊക്കെ എത്ര കൊണ്ടാലും പഠിക്കത്തില്ല നായിക്കുണ്ടായവന്മാരെ. താത്തമാരാണോ വീട്ടിൽ കയറി വരുന്നത് കഴിവേറി മക്കളെ? നീയൊക്കെ കുണ്ടന്മാരെ പോലെ മലപ്പുറത്തും കോഴിക്കോടും ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കുനിഞ്ഞു കൊടുത്ത് നീയൊക്കെ കുണ്ടന്മാരെ പോലെ നിന്ന് കുനിഞ്ഞു കൊടുത്ത് നീ നശിപ്പിച്ചിട്ടിരിക്കുന്ന നാട് എന്ന് പറഞ്ഞ് നിനക്കൊക്കെ കുനിഞ്ഞു കൊടുക്കാം. നിന്റെയൊക്കെ സുഖം തീർക്കാൻ വേണ്ടി, സൗഖ്യം തീർക്കാൻ വേണ്ടിയിട്ടും അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരാ. ചേച്ചി പെട്ടെന്ന് അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരാന്നിട്ട് ഇങ്ങനെ തിരിച്ചിലിരുത്തി സ്വന്തം ബാക്കിലോട്ടൊരു നോട്ട. കാരണം അവിടെ മുട്ടുകുത്തിയും വളഞ്ഞു നിന്നും ചെരിഞ്ഞു നിന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊതത്തെ കുറിച്ചിട്ടാണ് ചേച്ചി വർണ്ണിക്കുന്നത്. ഇപ്പൊ ഈ 2 ആളുകളുടെ ഫോട്ടോകൾ പുറത്ത് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അത് എന്തിനാണെന്നറിയോ? ഇവർ രണ്ടുപേരും ക്രിസ്ത്യൻസ് ആണ്. എന്തിനാണ് ഈ മതവേറി പൂണ്ടുകൊണ്ട് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചതിനാണ് ഇപ്പൊ ഈ ഒരു കമന്റ്. അതുകൂടാതെ നിങ്ങൾ വേറെ രാജ്യത്താണ്, ആ രാജ്യത്തെ കുറിച്ച് സംസാരിക്കൂ. നിങ്ങൾ ഒരിക്കലും ഇന്ത്യയിലുള്ള ആളല്ല. നിങ്ങൾ ഇന്ത്യക്കാരെ കുറിച്ച് തിങ്ക് ചെയ്യാൻ പോലും വേണ്ട. ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. BJP അധികാരത്തിൽ കയറിയതിന്റെ ശേഷമുണ്ടായ പ്രശ്നങ്ങളാണ്. ചേച്ചി എന്തിനാണ് ഇതിലൊക്കെ അന്വേഷിക്കും? ചേച്ചിയുടെ കാര്യം നോക്കിപ്പോ കൂടെ എന്ന് ചോദിച്ച ചോദ്യത്തിനാണ് എന്താ ചെയ്യും. ഇപ്പൊ ഇത്രയും തെറി വിളിച്ചില്ലേ, ഈ തെറി വിളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മണകോണാഞ്ചന്മാര് തന്നെയാണെന്നുള്ളതാണ്. ഇവർക്ക് ഫേക്ക് ഐഡിയിൽ ചെന്നിട്ട് കമന്റ് ഇട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഫേക്ക് ഐഡിയിൽ നിന്ന് കമന്റ് വരുന്ന ആളുകളോട് ചേച്ചി ഒരു ഡയലോഗ് അടി ഉണ്ട്. തന്തക്ക് പിറന്നവനാണെങ്കിൽ നീ ഒറിജിനൽ ഐഡിയിൽ നിന്ന് വാടാ. ഈ പൊട്ടന്മാർ ഒറിജിനൽ ഐഡിയിൽ കൂടെ കയറിയിട്ടത് കൊടുക്കും. ഒറിജിനൽ ഫോട്ടോ, വീട്ടുകാരെ ഫോട്ടോ, നാട്ടുകാരെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും. പിന്നെ ചേച്ചി വെല്ലുവിളിക്കണതിനെ വെച്ചാൽ തെറി വിളിക്കുമ്പോൾ ആളെ എല്ലാവരും കണ്ടോട്ടെ എന്നിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൊട്ടന്മാർ ഇത് ചെന്നിട്ട് ഒറിജിനൽ ID കയറിയിട്ട് പണിയും വാങ്ങി പോരും. ഓക്കെ, അപ്പോ നന്മകൾ മനസ്സിലുള്ള ആളുകൾക്ക് എന്നും ചവിട്ട് ബാക്കിൽ നിന്ന് കിട്ടും. അങ്ങനെ നന്മയുള്ള ആളുകൾ പോയിട്ട് കൊതൻ ചേച്ചിയുടെ അടിയിൽ പോയിട്ട് അവരെ അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പറയാൻ നിൽക്കല്ലേ. കാരണം ഇത് റേഡിയോ ആണ്.
ഒരു മലം കണ്ടിന്യൂസ്ലി ഇങ്ങനെ കഴിച്ച് ചലം കുടിച്ച് കൊതം കൊടുത്ത് അതിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്, അങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ നിങ്ങൾ കമന്റ് ഇടാൻ പോകരുത്. ലോകത്തില് ഇസ്ലാമിക സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ക്രിസ്ത്യാനികളുടെ വകയായിട്ട് തന്നെ ഇന്നിപ്പം ഇവനെ പോലെ കുറെ പേര് വന്നു. ഇതുപോലെ പോപ്പ് എന്ന് പറയുന്ന ഒരു കോപ്പുണ്ടല്ലോ, ആ പോപ്പ് എന്ന് പറയുന്ന കോപ്പും ഈ ഇലുമിനാറ്റികൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദികളെ എതിർക്രിസ്തു എന്ന് പറയുന്ന ഇസ്ലാമിക സാത്താനെ പ്രോത്സാഹിപ്പിച്ചും സപ്പോർട്ട് ചെയ്തും കൊടുക്കുന്നത് വ്യാജ പ്രവാചകനായി നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യാനികളുടെ മുഴുവനും കുത്തക ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന പോപ്പ് എന്ന് പറയുന്ന വൃത്തികെട്ടവനിലൂടെയാണ് ഇത് നടക്കുന്നത്. എന്റെ പൊന്നെ, ഞാൻ ഇതാണ് പറഞ്ഞത്. ഇവര് ക്രിസ്ത്യാനിറ്റിയുമായി ഒരു ബന്ധവുമില്ല. പോപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, മറ്റുള്ള മതങ്ങൾ അവഹേളിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് മതസൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഈ സാത്താന്മാർക്ക് ഒരു വലിയ താല്പര്യം. ആ ഒരു സാത്താൻ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവർ ഞങ്ങളിൽ പെട്ടതല്ല എന്ന് മലമ്പോലും പറയുന്നുണ്ടാവും. ഇപ്പോൾ സംഘികളെയും എന്താ പറയുക ക്രിസ്ത്യാനികളെയും തമ്മിൽ BJPയും ക്രിസ്ത്യാനിയും എങ്ങനെ അടുപ്പിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് നടക്കുക. അതിന് ഏതെല്ലാം മാർഗം നോക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട് ചേച്ചി പറഞ്ഞ എങ്ങനെയുണ്ട്? അതാണ് ക്രിസ്ത്യൻസിനെയും സംഘികളെയും അകറ്റാൻ ശ്രമിക്കുകയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ. അടിപൊളി. ഇതൊക്കെയാണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചിയുടെ വായിൽ നിന്നും ഇത്തരം വാക്കുകളാണ് വരേണ്ടത്. ഞങ്ങൾ സംഘികളുടെ ആളാണ്, അതുകൊണ്ടാണല്ലോ വായിൽ തീട്ടം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്, കൊതക്കൊടുപ്പിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ചലം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംഘിയുടെ മെയിൻ ആളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ത്യയിൽ സംഘികൾ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യണമെന്നാണ്. നിങ്ങളും ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യണമെന്നാണ്. സംഘികളുടെ കൂടെ മണിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് എളുപ്പമാകുമല്ലോ. കാരണം ഇന്ത്യയിൽ എല്ലാവരും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കൂട്ടത്തിലാണ്ട് കൂടിക്കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. പൊളി. ചേച്ചിയുടെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നു. ചേച്ചി ആ ഒരു കോണകക്കൊടിയും പിടിച്ചു നിൽക്കുന്ന ആ ഒരു സീനൊന്ന് ആലോചിച്ചൊക്കെ. അത്രേ ഉള്ളൂ. അത് മുട്ടുകുത്തിയാണെങ്കിൽ എന്നെ പറയും വേണ്ട. അതിനുവേണ്ടി തന്നെയാണ് ചേച്ചി കഷ്ടപ്പെടുന്നത്. വിദേശ രാജ്യത്ത് മക്കളെ വിട്ട് പണസമ്പാദ്യം നേടിയെടുക്കാമെന്ന് വ്യാമോഹിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊണ്ടുവിടുന്നത് സാത്താന്റെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ പോകുകയാണ്. ഓരോ ഫാമിലിക്കും ഓരോ ഗോൾസ് ഉണ്ടാവും, ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അവരുടെ മക്കളെ സേഫ് ആക്കണം, നല്ല രീതിയിൽ പഠിപ്പിക്കണം, അവരുടെ ജീവിതം മുന്നോട്ട് പോകണം. അതിൻ്റെ ഉള്ളിലേക്ക് മതം എന്ന് പറയുന്ന തീവ്ര മനോഭാവം ഉള്ളിലേക്ക് കുത്തിക്കയറ്റാൻ ആരും ശ്രമിക്കാറില്ല. അവരവരുടെ മക്കളെ പഠിപ്പിക്കുന്നു, ജോലി എടുത്ത് പോകുന്നു, അങ്ങനെ അവരുടെ ലൈഫ് കൊണ്ട് തീരും. കാരണം എന്താ വെച്ചാൽ ഒരു 10-50 വയസ്സ് ഒരു 60 വയസ്സ് വരെയൊക്കെ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസുള്ളൂ. ആ ശരാശരി ആയുസിന്റെ അകത്ത് നിന്ന് സ്നേഹം എന്നൊന്ന് സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് നമ്മൾ നല്ല രീതിയിൽ ആസ്വദിക്കുക. മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങൾ തകർക്കാനോ അതിലേക്ക് ഇടപെടലുകൾ നടത്താനോ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നു, അവർ ജോലി വാങ്ങിക്കൊടുക്കുന്നു, അവരുടെ ലൈഫ് സേഫ് ആക്കുന്നു. അതിനപ്പുറം മതത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇനി വേറൊരാളേനെ ഇതേപോലെ തന്നെ കുറച്ച് വൃത്തികേടുകൾ പറയുന്നുണ്ട്. അവരുടെ മുഖമൊക്കെ കാണിച്ചുകൊണ്ടാണ് സംഭവം. അയാൾ ഒരു ക്രിസ്ത്യനാണ്, ഇവരെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചതാണ്. അയാളോട് പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടെ. മോനെ, നിന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, കഴിവേറി മോനെ, നിന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, നിന്റെ കൊതത്തിനകത്തോട്ട് ഇസ്രായേലിനകത്ത് വെച്ചിരിക്കുന്ന മിസൈൽ കെട്ടി അടിക്കൂടാ പന്നെ പട്ടി. ഇസ്രായേൽ വാസലില്ലാതെ ഹിസ്ബുള്ളയുടെ കൊതത്തിനകത്തോട്ട് മിസൈൽ കെട്ടി അടിച്ചതുപോലെ നിന്റെ കൊതത്തിനകത്തോട്ട് മിസൈൽ കെട്ടി അടിച്ചാലുണ്ടല്ലോ, പിന്നെ നീ ഏറി പൊട്ടിത്തെറിച്ച് പോകും പന്നലെ. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾ കേട്ടല്ലോ, കൊതത്തിൽ വാസലിൻ ഇട്ടുകൊണ്ട് നല്ല സിമ്പിളായിട്ട് അടിച്ച് കയറ്റിയിട്ട് അങ്ങ് വിടും എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചിക്ക് അവിടെ ചെന്ന സമയത്ത് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊതം കൊടുപ്പാണല്ലോ അവിടെ ജോലി. ആദ്യമായിട്ട് ചെറിയ മിസൈല് ഒന്ന് വാസലിനെ കെട്ടൊന്ന് കയറ്റി വെക്കും. അത് കഴിഞ്ഞ് കുറച്ച് വലിയൊരു മിസൈല് ഒന്ന് കയറ്റി വെക്കും. അവസാനം ഒരു ചക്ക വലുപ്പമുള്ള സാധനങ്ങളൊക്കെ കയറ്റി വെക്കി അത് ട്രയൽ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ഒരു 150 ആൾക്ക് കൊടുത്തതിന് ശേഷം അവർക്ക് ആ തെരുവീതികളിലൂടെ നടന്നത് കൊടുക്കാം. പിന്നെ അതിങ്ങനെ കൊടുത്തിട്ട് വ്രണം വന്ന് ചലം വരും. അതാണ് എന്നും രാവിലെ ഛലം എന്ന് പറഞ്ഞിട്ട് വരിക. എല്ലാ വീഡിയോയിലും മുന്നിലൂടെ ഛലം എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ അവർ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട ആളുകൾക്ക് ഒരു സങ്കടം തോന്നും വേണ്ട. ഇനി ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്ക് ഇവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ശരിക്കും അവരുടെ ജോലി ഇത് തന്നെയാണ് എന്ന് ഈ സാധനം കേട്ട മനസ്സിലാവും. കേട്ടില്ലേ? ഒരാൾ വന്നിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങി വിളിച്ചും പോലെ എന്ന് പറഞ്ഞപ്പോ ഇടത്തേക്ക് ഓഹോ
കൊതത്തിനാണ് കൊശ എന്ന് പറയുന്നത്. കൊശ എന്നുണ്ടെങ്കിൽ കൊതം. ഓക്കെ, അതാണ് ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയില്ലേ. ഇതാണ് പരിപാടി. ചേച്ചി അവിടെ കൊതൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ ഓരോ ആളുകൾ ഓരോന്ന് പറയുമ്പോൾ ചേച്ചിക്ക് വീട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നതാണ്. ചേച്ചിക്ക് യാതൊരു തരത്തിലുള്ള മുസ്ലിം വിരോധമില്ല, ക്രിസ്ത്യൻ വിരോധമില്ല, സാധാരണ സേവയോ ഒന്നുമല്ല ജോലി, അങ്ങനെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണെ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി ഇപ്പൊ ബിസിയാണ്, കൊശവും പറഞ്ഞു പോയിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിലൊക്കെ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.